അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ആ പെരുന്നാൾ ദിവസം സർപ്രൈസ് ആയിട്ട് അതാ ഒരു സമ്മാനം. അന്ന് സുബഹിക്ക് സമയം അതാ പെട്ടെന്ന് വീടിൻ്റെ മുറ്റത്തേക്ക് ഒരു വണ്ടി നിർത്തുന്ന ശബ്ദം. എന്നാൽ ഉമ്മ വിചാരിച്ചു അതിനി ആരെങ്കിലും വെറുതെ വന്നതോ തിരികെ എന്തെങ്കിലും ആയിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ അല്പസമയം കഴിഞ്ഞപ്പോൾ വാതിലിൽ അതാ ഒരു മുട്ട് കേൾക്കുന്നു. ശരിക്കും ഉമ്മ ഒളുഹെടുത്ത് നമസ്കരിക്കുവാൻ വേണ്ടി പോവുകയായിരുന്നു. ആര് റബ്ബെ ഈ സമയത്ത്? ഉപ്പയാണെങ്കിൽ പള്ളിയിലേക്ക് പോയിട്ടുണ്ട്. അല്ലാ, ഉമ്മ വാതിൽ തുറന്നു. ആര് റബ്ബേ? ആ ഉമ്മ, അസ്സലാമു അലൈക്കും. പഠിച്ചോനെ. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. മോനോ? മോനെ, അതെ, ആഷി ഉസ്താദ് തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ അരികിലേക്ക് എത്തിയിരിക്കുന്നു. മോനെ, ഉമ്മയുടെ കുട്ടി എന്താ പറയാതെ വന്നത്? ഉമ്മ റാഹത്തല്ലേ? മോനെ സുഖം. അതെ, ചുരുക്കി പറഞ്ഞാൽ അവിടെ വല്ലാത്തൊരു അവസ്ഥയായിരുന്നു ഉണ്ടായത്. അത് ആഷി ഉസ്താദും ഉമ്മയും കെട്ടിപ്പിടിച്ച് കരയുന്ന രംഗം. എന്നാൽ മോനെ, ഉമ്മാരെ കുട്ടി എന്ത് പറയാതെ വന്നത്? പറയുന്നൊക്കെ പറഞ്ഞ് പിന്നെ വരൂലെന്നും പറഞ്ഞ് മോനല്ലേ പറഞ്ഞത് ഞാൻ വരുന്നില്ല ഇപ്പോന്ന്. അല്ല മോനെ, സത്യമായിട്ടും എന്താ ഉമ്മാൻ്റെ കുട്ടി പെട്ടെന്ന്? എന്നാൽ ആദ്യം തന്നെ ഉമ്മ ചോദിച്ചത്, മോനെ, അല്ല സഫീർ മോനെ എവിടെ? അവൻ ഒറ്റക്കാണോ എന്നുള്ള ആ ചോദ്യത്തിന് മുമ്പിൽ ആഷി പറഞ്ഞു, അല്ലുമ്മ, സഫീർ പെട്ടെന്ന് അതാ പാവം അവൻ ആ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തേക്ക് വന്നു. മോനെ, എന്താ മോനെ അവിടെ നിൽക്കുന്നത്? ഉമ്മ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. മോനെ വരി. സ്നേഹത്തോടെ അതാ സഫീറിനെയും ഉമ്മ അകത്തേക്ക് ക്ഷണിച്ചു. വരി, ഇരിക്കി. അല്ല, ഏതായാലും നിങ്ങൾ എന്തേ പറയാതെ വന്നത്? അതൊക്കെ ഉമ്മ ഒരു സർപ്രൈസ് ആയിട്ട് വരാമെന്ന് കരുതി. പഠിച്ചോനെ, ഇന്നത്തെ പെരുന്നാളിന് എന്തായാലും വല്ലാത്തൊരു സന്തോഷം തന്നെയാണല്ലോ റബ്ബേ. ഉപ്പയൊന്നും ഇതറിഞ്ഞിട്ടില്ല. ആ പിന്നെ ഐഷു അറിഞ്ഞിട്ടില്ല. അവൾ കുറച്ച് നേരത്തെ എഴുന്നേറ്റ് ഒന്നുകൂടി കിടന്നിട്ടുണ്ട്. സുബഹി ബാങ്ക് എപ്പോഴല്ലേ കൊടുത്തത്? ആ അപ്പം പിന്നെ ഒന്നും കൂടി ഉറങ്ങിക്കോട്ടെ എന്ന് ഞാനും കരുതി. അവൾ വിളിച്ചിട്ടില്ല. ഉമ്മ, ഞാൻ വിളിച്ചോളൂ. അല്ല, ഹബീബ് ഉസ്താദ് ഉണ്ടായിരുന്നു. ഞാൻ പോക്കും വരവൊന്നും അറിയാറില്ല. ചിലപ്പോൾ നട്ടപ്പാതിരാക്ക് വന്ന് കയറും. ഓളെന്നെ വാതിൽ തുറന്ന് കൊടുക്കലും ഒക്കെ. പിന്നെ നേരെ വെളുക്കിണി ഇടയ്ക്ക് പോവുകയും ചെയ്യും. ഇപ്പോൾ സുബഹിൻ്റെ മുമ്പെന്നും ആൾ പോയിട്ടുണ്ട്. വാതിൽ തുറക്കണം വെക്കണൊക്കെ ഒച്ചപ്പാട് കേൾക്കുമ്പോഴേ ഞാൻ അറിയല്ലേ. എന്നോട് ഉപ്പ പറയും, ആ ഹബി വന്നിക്കിന്ന് തോന്നുന്നുണ്ട് എന്ന് പറയും. ആയിക്കോട്ടെ മോനെ, അതൊന്നും കുഴപ്പമില്ല, ഓൻ പോയിക്കണ്. ഇതിവിടെ ഇല്ല. കാരണം അവന് മടിയാണ്, മുന്നിക്ക് ചാടാൻ മടിയാണ്. ആ ഓല് തമ്മിൽ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കലും പറയലും വരലും അങ്ങനെ. ആ പിന്നെ നോമ്പ് തുറക്കാനും ഇതിനൊക്കെ ഞാൻ വിളിച്ച് ഇതായപ്പോൾ ഒരു ദിവസം വന്നതാണ്. എല്ലാവരും കൂടി ഫാമിലി ഒന്നായിട്ട് വന്നു. അല്ലാതെ മടിയാണ്. അത്താഴത്തിന് നിൽക്കൂല, അതുപോലെ തന്നെ നോമ്പ് തുറക്കാനും നിൽക്കൂല. അതിൻ്റെ ഇടയിൽ വന്നുകൊണ്ട് പോകും. എന്നാൽ ആഷി ഉസ്താദ് ഉമ്മയുടെ മുഖത്ത് നോക്കി ചിരിച്ചു. ഉമ്മ, അതിനെന്താ? എന്തായാലും ഐഷുവിന് സന്തോഷമാവുന്നുണ്ടല്ലോ. ആ മോനെ, എല്ലാം റാഹത്തോടു കൂടി അങ്ങ് കഴിയട്ടെ. ഉമ്മ, എവിടാ പെണ്ണ്? പൊന്നു മോനെ, മുകളിലത്തെ റൂമിലാണ്. ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ ഇനി മുകളിലേക്കൊന്നും പോകേണ്ട, താഴെ നിന്നാൽ മതിയൊക്കെ പറയാം. പക്ഷെ ഓല സൗകര്യത്തിന് ഇതിനൊക്കെ അതാ നല്ലത്. എന്നാൽ പിന്നെ ഞമ്മക്കൊരു ഇതുമില്ല. ഓൽക്കോല ഇഷ്ടം പോലെ വരികയെ പോവുകയെ നിൽക്കുകയെ ഇരിക്കുകയെ എന്ത് വേണമെങ്കിലും ചെയ്യാലോ. ശരിക്കും വല്ലാത്തൊരു സന്തോഷമായിരുന്നു ആഷി ഉസ്താദിനെയും സഫീറിനെയും കണ്ടപ്പോൾ. മോനെ, മക്കൾ വരി. എന്നാൽ ഈ സമയം അതാ ആഷി ഉസ്താദ്, ഉമ്മ, ഐഷു നല്ല ഉറക്കത്തിലല്ലേ? ആ മോനെ, ഞാൻ വിളിക്കട്ടെ, സുബഹി തെറ്റിന് മുമ്പ് വിളിക്കട്ടെ. ആ ഇനിയിപ്പോൾ എന്തെങ്കിലും ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും വിചാരിച്ചിട്ട് ഞാൻ വിളിക്കാറില്ല. പക്ഷേ തഹജ്ജുദിന് നിസ്കരിക്കും കേട്ടോ. ആ പിന്നെ ഓള് അത് പിന്നെ ഹബീബ് ഉസ്താദ് എന്നും ശീലാക്കിക്കണ്. ഓല് രണ്ടാളും എഴുന്നേറ്റ് നിസ്കരിക്കും. ഏതായാലും ഉമ്മ, എന്തായാലും ഞാൻ വരുന്നത് അറിഞ്ഞിട്ടില്ലല്ലേ? എങ്ങനെ മോനെ, നീ മിഞ്ഞാന്ന് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വിളിച്ചപ്പോൾ ആകെപ്പാട് ടെൻഷനായി. ഓള് പറയാം, ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു ഇക്ക വരും എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പം പിടിച്ച് എന്താ ഉമ്മ ഇങ്ങനെ ആയിപ്പോയത്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സങ്കടപ്പെട്ടു. ഓള് പറഞ്ഞ എൻ്റെ ഫ്രണ്ട്സുകളോട് പറഞ്ഞു. അത് മാത്രമല്ല എല്ലാവരോടും പറഞ്ഞു, എനിക്ക് ആഷിഖാനെ കാണാൻ കൊതിയായിക്കണം ഉമ്മ. അങ്ങനെ പറഞ്ഞു. ഞാൻ കൊതിച്ച് പെട്ടെന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞു കുറേ കാര്യം. ഞാൻ പറഞ്ഞു കാര്യമൊന്നും വേണ്ട, എന്തേ സിറ്റുവേഷൻ അങ്ങനെ ആയിട്ടായിരിക്കും.
എന്തായാലും കാര്യമൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞു. അല്ല മോനെ, എന്നിട്ടിപ്പോൾ എന്ത് സർപ്രൈസായിട്ട് ഉമ്മ? അതൊക്കെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു, അങ്ങനെ അങ്ങോട്ട് സർപ്രൈസ് ആക്കാമെന്ന് വിചാരിച്ചു. ആയിക്കോട്ടെ, എന്നാൽ മക്കൾ ഫ്രഷായി വേഗം പെട്ടെന്ന്. അല്ലാ, ഏതായാലും പെരുന്നാക്കാൻ എൻ്റെ കുട്ടികൾ എത്തിയല്ലോ, അതും വലിയൊരു സന്തോഷം തന്നെ. അങ്ങനെ അതാ അവർ ഫ്രഷായി രണ്ടുപേരും. പാവം സഫീറിൻ്റെ മുഖത്ത് വല്ലാത്തൊരു സങ്കടം ഉണ്ടായിരുന്നു. കാരണം അവർ വീട്ടിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥയും കാര്യങ്ങളൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ മാഷാ അല്ലാ അൽഹംദുലില്ലാ എത്രമാത്രം സന്തോഷകരമാണ്. എങ്ങനെയെന്ന് വെച്ചാൽ ഇവിടുത്തെ ഉമ്മ നോക്കുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യും, അല്ലാ എൻ്റെ ഉമ്മാൻ്റെ അവസ്ഥ. അതൊക്കെ അങ്ങനെ ആയിപ്പോയി, പറഞ്ഞിട്ട് കാര്യമില്ല. രണ്ടുപേരും കുളിച്ചു ഫ്രഷായി. ഉമ്മ നമസ്കാരം കഴിഞ്ഞ് പെട്ടെന്ന് അതാ ബിരിയാണി ഉണ്ടാക്കുവാനുള്ള തയ്യാറെടുപ്പിലൊക്കെ ആയിരുന്നു. തലേ ദിവസം തന്നെ ബീഫ് കൊണ്ടുവന്ന് അത് മസാലയെല്ലാം പുരട്ടി വെച്ചിരുന്നു. ഉമ്മ അപ്പോഴും പറഞ്ഞിരുന്നു, പാവ എൻ്റെ കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ എത്ര സന്തോഷമായിരുന്നു. ഞാൻ അവിടെ അവർക്ക് പെരുന്നാളിൽ എന്തൊക്കെയാണാവോ ഒറ്റയ്ക്ക് വെച്ചുണ്ടാക്കലൊക്കെ ആയിരിക്കില്ലേ, അങ്ങനെ പറഞ്ഞിരുന്നു. എന്തൊക്കെ തന്നെയാലും പൊന്നുമോൻ പെരുന്നാളിൻ്റെ ഭക്ഷണത്തിലേക്ക് എത്തിയത് ആ ഉമ്മാക്ക് വല്ലാത്തൊരു സന്തോഷമായിരുന്നു. എന്നാൽ ആഷിയും സഫീറും അതാ കുളിയെല്ലാം കഴിഞ്ഞ് അപ്പോഴേക്കും ഉമ്മ അവർക്ക് നല്ല ചായയും പഴം പുഴുങ്ങിയതും ഉണ്ണിയപ്പവും വെച്ചു കൊടുത്തു. മക്കളെ ഇത് കഴിച്ചുകൂടി കേട്ടോ. അപ്പോഴേക്കും ഉമ്മ എല്ലാം റെഡിയാക്കാം ഉമ്മ. അങ്ങനെ അത് ആഷി ഉസ്താദ് പതുക്കെ ഐഷുവിൻ്റെ റൂമിലേക്ക്. പഠിച്ചോനെ, സമയം എത്രയായി? സമയം 6 മണി 5:45 ഈ പെണ്ണുമ്പിള്ള എന്താ റബ്ബ് ഇപ്പോഴും എഴുന്നേറ്റിട്ടില്ലേ? എന്നാൽ ആഷി ഉസ്താദ് അങ്ങോട്ട് ചെന്നു വാതിൽ ചാരിയിട്ടേ ഉള്ളൂ. അത് ഹബീബ് ഉസ്താദ് ഇറങ്ങിപ്പോയതായിരിക്കും എന്നുള്ളത് ആഷി ഉസ്താദിന് മനസ്സിലായി. നേരെ അതാ അവൻ പതുക്കെ ആ വാതിലൊന്ന് തുറന്നു നോക്കി. ആഹാ, നല്ല ഉറക്കത്തിലാണ്, ഒന്നും അറിയുന്നില്ല. എന്തപ്പോൾ ചെയ്യാം? എന്നാൽ ആഷി ഉസ്താദ് പെട്ടെന്ന് ആ ബെഡിൽ പോയിരുന്നു. എന്നിട്ട് പറഞ്ഞു, അല്ല സുബഹി നമസ്കരിക്കൊന്നും വേണ്ടേ? ശരിക്കും ഹബീബ് ഉസ്താദിൻ്റെ ആ ഒരു ശബ്ദത്തോടെ അവളത് പറഞ്ഞു. അവൾ പെട്ടെന്ന് അല്ലാ അൽഹംദുലില്ലാ പഠിച്ചോനെ, എൻ്റെ സുബഹി തെറ്റിയോ? അവൾ പെട്ടെന്ന് എഴുന്നേറ്റ് അതാ ബാത്റൂമിലേക്ക് പോയി. എന്നാൽ ആഷി ഉസ്താദ് ചിരിച്ചു. സംഭവം അറിഞ്ഞിട്ടില്ല, ഞാനാണ് ഉള്ളതെന്ന് അറിഞ്ഞിട്ടില്ല. അങ്ങനെ അതാ അവൾ ഉളുഹ് ചെയ്ത് വേഗം നിസ്കാരപ്പായ നിർത്തി അവൾ പടച്ച റബ്ബിലേക്ക് നിസ്കാരത്തിന് ഒരുങ്ങുകയാണ്. അതിനിടയായിട്ട് അവൾ ചോദിച്ചു, അല്ല ഇന്നിപ്പോൾ എന്തിവിടെ നിന്നത്? അല്ലെങ്കിൽ എപ്പോഴും ഒളിച്ചോടലായിരുന്നല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ ആഷി ഉസ്താദ് അതിനൊന്നും മിണ്ടിയില്ല. അത് സ്വന്തം ആങ്ങളെയാണ് തൻ്റെ റൂമിലിരിക്കുന്നത് എന്നുള്ള കാര്യമൊന്നും അവൾ അറിഞ്ഞില്ല. അങ്ങനെ അവൾ നമസ്കരിച്ച് ഖുർആൻ പാരായണം ചെയ്യുവാൻ വേണ്ടി നിൽക്കുകയാണ്. അതെ, നിങ്ങൾ പള്ളിയിൽ പോയി ഇത്ര പെട്ടെന്ന് വന്നോ? ഇന്ന് പോണില്ല. എന്ത്, പള്ളിയിൽ പോണില്ലെന്നോ? അപ്പോൾ ഇവിടുന്ന് നിസ്കരിച്ചോ? ഇന്ന് പെരുന്നാൾ നിസ്കരിച്ച് ഞാൻ പോകുന്നത്. ശരിക്കും ആ ഒരു ശബ്ദത്തിൽ എന്തൊക്കെയോ ഒരു വശപ്പിശകുള്ളത് പോലെ അവൾക്ക് തോന്നി. എന്താ റബ്ബേ ഇത്? പിന്നെണ്ടല്ലോ, ഞാനിന്ന് വീട്ടിലേക്ക് നിന്നെ കൊണ്ടുപോകാൻ വന്നതാണ്. ഇന്ന് നമുക്ക് പോകണം, ഇപ്പം തന്നെ പോകണം. എന്തൊക്കെ നിങ്ങളീ പറയുന്നത്? എന്താ, വീട്ടിലേക്ക് നീ വരില്ലേ? ഇന്ന് ആവില്ല, ഇനി നമുക്ക് പിന്നീട് ഒരിക്കൽ. ഇന്ന് എനിക്ക് തീരെ വയ്യ. എന്നാ ഇത് കഴിക്കേ. ഇതെന്താ, ചോക്ലേറ്റോ? ഇപ്പോൾ തന്നെ? അവൾ ശരിക്കും മുഖത്തേക്ക് പോലും നോക്കാതെയാണ് സംസാരിക്കുന്നത്. എന്താ, ചോക്ലേറ്റ് വേണ്ടേ? വേണ്ടെങ്കിൽ വേണ്ട. എനിക്ക് വേണം, ഞാൻ കുറച്ച് എനിക്ക് കഴിച്ചോളാം എന്ന് പറഞ്ഞ് അവൾ മുഖത്തേക്ക് നോക്കിയതും ശരിക്കും ഞെട്ടിപ്പോയി. റബ്ബേ, ഇക്ക പഠിച്ചു, ആശി എപ്പോഴും വന്നത്? അവൾ ആ നിസ്കാരപ്പായോട് തന്നെ അവൾ തൻ്റെ പ്രിയപ്പെട്ടവരുടെ ആങ്ങളുടെ ശരീരത്തിലേക്ക് അങ്ങോട്ട് ചാടി. എൻ്റെ പെണ്ണെ പതുക്കെ ചാടു പെണ്ണേ, അല്ലേക്ക് എപ്പോഴും എത്തിയത്? സത്യം പറഞ്ഞാൽ ആഷി ഉസ്താദിനെ കണ്ടപ്പോൾ അവൾ കെട്ടിപ്പിടിച്ച് തുരുതുരെ ചുംബിച്ചു. അത് ആഷി ഉസ്താദ് തിരിച്ചും, ഈ പെണ്ണെ പതുക്കെ, പഠിച്ചവനെ മൂന്നാമതൊരാളുണ്ട് കേട്ടോ, നിങ്ങളിടയിൽ അത് മറക്കല്ലേ. ആഷിക്ക, എൻ്റെ പൊന്നു ആഷിക്ക, എൻ്റെ പൊന്നു ആഷിക്കിനെ പറ്റിച്ചില്ലേ മിഞ്ഞാന്ന് വരുന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് ഭയങ്കര എനിക്ക് ടെൻഷനായിരുന്നു. ഇക്ക പ്ലീസ്, എൻ്റെ പൊന്നിക്ക, എന്തായിരുന്നു ഇപ്പം കണ്ടില്ല പോരെ? എന്നാലും എന്തിനാ എന്നെ ഇങ്ങനെ ഞെട്ടിച്ചത്? അവൾ കരയുകയായിരുന്നു. അവൾ അതൊക്കെ കരഞ്ഞുകൊണ്ട് ഉമ്മയുടെ അരികിലേക്ക് എത്തി. ഉമ്മ,
ആഷിക്ക് എന്നെ പറ്റിച്ചു. ആഷിക്ക് എന്താ മോളെ, നിൻ്റെ ആഗ്രഹം പോലെയൊക്കെ ആയില്ലേ? എന്തായാലും ഓൻ എത്തിയില്ലേ പെരുന്നാളിനെങ്കിലും? ഈ എന്തൊക്കെയോ സ്വപ്നം കണ്ടിരുന്നു? അതെ, എനിക്ക് സത്യം പറഞ്ഞ ഒരുപാട് സങ്കടമായിരുന്നു കേട്ടോ ആഷിക്ക. എന്തായാലും ആങ്ങളെയും പെങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷത്തോടു കൂടി ആ ഒരു പെരുമാറ്റം കണ്ടപ്പോൾ സഫീറിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാതെ അങ്ങ് വെമ്പിപ്പോയി. റബ്ബേ അല്ലാ, എത്രമാത്രം സ്നേഹനിധികളാണ് അവർ. എന്നാൽ അപ്പോൾ തന്നെ ഉമ്മ അവർക്കുള്ള സ്പെഷ്യൽ പലഹാരങ്ങളും എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട്. അതിനിടയിൽ ബിരിയാണി വെക്കുന്നുണ്ട്. അങ്ങനെ പല പല കാര്യങ്ങൾ. എന്നാൽ കുറച്ച് കഴിഞ്ഞ് ഉപ്പ അങ്ങോട്ട് എത്തി. ആ എടി ആയിഷു, ആ ഉപ്പക്കൊരു സർപ്രൈസ് ഉണ്ട്. എന്താടി, എന്ത് സർപ്രൈസ്? പെട്ടെന്ന് അതാ ഉപ്പാക്കുള്ള എന്തോ ഒരു സമ്മാനമായി ഉപ്പ എന്ന് വിളിച്ചുകൊണ്ട് ആഷി അങ്ങോട്ട് ചെല്ലുന്നു. മോനെ നീ? അതെ ഉപ്പ, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവർ കെട്ടിപ്പിടിച്ച് കരയുന്നു. മോനെ, പൊന്നു മോനെ, ഈ അല്ലേ വരൂല പറഞ്ഞത്? അതെ ഉപ്പ, ഞാൻ വന്നു. അല്ലാ, എൻ്റെ കുട്ടിയെ കാണാൻ കഴിഞ്ഞല്ലോ എനിക്ക്. അതാ വല്ലാത്തൊരു സന്തോഷമായിരുന്നു അവർക്ക് അവിടെ. പ്രതീക്ഷിക്കാതെ നമ്മുടെ ആഷി ഉസ്താദ് വീട്ടിലേക്ക് വന്നതും സഫീറിനെ കണ്ടിട്ടില്ലായിരുന്നു ഉപ്പ. അല്ല മോനെ സഫീർ, ആ മോനിപ്പോൾ ഒറ്റയ്ക്ക്. ഉപ്പ ഇതാ എൻ്റെ കൂടെയുണ്ട്. മാഷാ അല്ലാ, അതന്നെ നല്ലത്. ഈ കൊണ്ടുവരും മോനെ കൊണ്ടുവന്നോണ്ട്, നിങ്ങൾ പോകുമ്പോൾ പോയും ചെയ്തോണ്ട്, ഒറ്റക്കിട്ട് പോവരുത്. അതെനിക്ക് മനസ്സിക്ക് വല്ലാത്തൊരു വേദനയുള്ള സംഭവം തന്നെയാണ്. എന്തൊക്കെ തന്നെയാലും നിങ്ങളെ സൗഹൃദ ബന്ധം പഠിച്ച റബ്ബ് കാത്തു സൂക്ഷിക്കട്ടെ. ആ മോനെ, നമുക്ക് പോകണം കേട്ടോ. ഉപ്പ അത് അതിനെ പെണ്ണുകാണൽ ഞങ്ങളുടെ ഒക്കെ കഴിഞ്ഞ്. എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ കുട്ടി ഒന്നും കൂടി ഒന്ന് പോയിട്ട് കാണണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നല്ല മട്ടത്തിലൊന്ന് കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനൊക്കെ പറഞ്ഞ് ഇൻഷാ അല്ലാ നമുക്കതുകൊണ്ട് ഉറപ്പിക്കാം, പെട്ടെന്നത് ചെയ്യാം കേട്ടോ. എന്നാൽ ആഷി ഉസ്താദിൻ്റെ മനസ്സിൽ പല പല സ്വപ്നങ്ങൾ അങ്ങ് വിരിഞ്ഞു വന്നു. റബ്ബേ അല്ലാ, ഒരു നിമിഷം സഫീറിനെ ഓർത്തു. റഹ്മാനെ, യാതൊരു ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും പ്രയാസവും ഇല്ലാതെ റഹ്മാനെ നല്ല രീതിയിൽ ആക്കണേ അല്ലാ. അതെ, ആ പിതാവും മനമുരുകി പ്രാർത്ഥിച്ചു. ആ പെരുന്നാൾ ദിവസം അവരെല്ലാം പുതുവസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് അതാ പള്ളിയിലേക്ക് പോവുകയാണ്. ആഷി ഉസ്താദും സഫീറും ഉപ്പയും എല്ലാം. ശരിക്കും അതെ, വളരെയധികം സർപ്രൈസായിട്ടായിരുന്നു അവരുടെ ആ ഒരു പോക്ക്. എന്നാൽ പള്ളിയിൽ വെച്ച് ഹബീബ് ഉസ്താദും അവരെ കണ്ടുമുട്ടിയപ്പോൾ ശരിക്കും വളരെയധികം അത്ഭുതപ്പെട്ടു. അതെ, എല്ലാവരും കെട്ടിപ്പിടിച്ചു സലാം പറഞ്ഞു. ആ ഒരു പള്ളിയിലെ മനോഹരമായ നിമിഷങ്ങളിൽ എല്ലാവരും അലിഞ്ഞു ചേർന്നു. എല്ലാവരും ഒരുമിച്ച് പെരുന്നാൾ നമസ്കാരത്തിലേക്ക് കടന്നു. വരുമ്പോഴേക്കും ഉമ്മ സ്പെഷ്യലായിട്ടുള്ള ബിരിയാണിയും പായസവും കാര്യങ്ങളും എല്ലാം സെറ്റാക്കുന്ന തിരക്കിലായിരുന്നു. എന്നാൽ ഐഷ ചോദിച്ചു, ഉമ്മ എന്താ മോളെ, എന്നാലും ആഷിക്ക് പറ്റിച്ചില്ലേ? മോളെ, അവൻക്ക് അതൊക്കെ ഒരു പൂതി തന്നെയല്ലേ. എന്തൊക്കെ തന്നെ മാഷാ അല്ലാ, എൻ്റെ കുട്ടിയെ പെരുന്നാളിന് കാണാൻ പറ്റിയല്ലോ, അത് വലിയൊരു സന്തോഷം തന്നെ. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇനി സഫീറിൻ്റെ വീട്ടിലേക്കുള്ള പോക്കാണ്. സഫീറിൻ്റെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവിടുത്തെ അവസ്ഥകൾ, സ്ഥിതിഗതികൾ? നല്ല രീതിയിൽ ഉമ്മ അവരെ സ്വീകരിക്കുമോ? ജസീർ അവരെ സ്വീകരിക്കുമോ? അതോ എന്തെങ്കിലും വെറുപ്പ് കാണിക്കുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.